കഴിഞ്ഞ ദിവസം ഈ കേസിലെ മൊത്തം 13 പ്രതികളിൽ 1, 2, 6 അങ്ങനെ 3 പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കണ്ടിരുന്നു. വിവിധ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റം അവർ ചെയ്തിട്ടുണ്ട് എന്നും കാണുകയുണ്ടായി. ശിക്ഷയെ സംബന്ധിച്ച് ഉള്ള വാദം പൂർത്തിയായതിനു ശേഷം ഇന്നാണ് വിധി പ്രസ്താവിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഓരോ പ്രതികൾക്കും വ്യത്യസ്തമായ തരത്തിലാണ് അതിൻ്റെ ശിക്ഷ വന്നിട്ടുള്ളത്. ഇതിൽ ഒന്നാം പ്രതിയെ സംബന്ധിച്ചിടത്തോളം ഒന്നാം പ്രതി 120B അത് ഗൂഢാലോചന, അതുപോലെ തന്നെ 347, തെളിവ് നശിപ്പിക്കൽ 201, പിന്നെ നരഹത്യ. അങ്ങനെ 4 ഇത് പ്രകാരമാണ് വകുപ്പുകൾ പ്രകാരമാണ് ഒന്നാം പ്രതിയെ കുറ്റക്കാരാണെന്ന് കണ്ടിട്ടുള്ളത്. അതിന് കൊടുത്തിട്ടുള്ള ശിക്ഷ 120B അനുസരിച്ച് 2 വർഷം, 347 3 വർഷം, 201 9 മാസം, 304 8 കൊല്ലം. ഇതിൽ വളരെ പ്രസക്തമായിട്ടുള്ളത് ഈ ശിക്ഷാവിധി വ്യത്യസ്തമായിട്ട് തന്നെ അനുഭവിക്കണം. ഓരോന്നും വ്യത്യസ്തമായിട്ട് അനുഭവിക്കണം, ഒന്നിച്ച് അനുഭവിച്ചാൽ പോരാ. അപ്പോൾ മൊത്തം 13 വർഷവും 9 മാസവുമാണ് ഒന്നാം പ്രതിക്ക് ഈ കേസിൽ കോടതി ശിക്ഷ വിധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ രണ്ടാം പ്രതിയെ സംബന്ധിച്ചിടത്തോളം 120B പ്രകാരം 2 വർഷം, 365 3 വർഷം, 347 2 വർഷം, 201 പ്രകാരം 9 മാസം, അങ്ങനെ മൊത്തം 8 കൊല്ലവും 9 മാസവും. ഇതും ഓരോന്നും ഒന്നിച്ചനുഭവിച്ചാൽ പോരാ, എല്ലാ ശിക്ഷാവിധികളും സെപ്പറേറ്റ് ആയിട്ട് അനുഭവിക്കേണ്ടതുണ്ട്. അപ്പോൾ മൊത്തം ശിക്ഷ 8 കൊല്ലവും 9 മാസവുമാണ്. പിന്നെ ആറാം പ്രതി നിഷാദിന് 120B പ്രകാരം 2 വർഷം, 347 പ്രകാരം 3 വർഷം, 201 പ്രകാരം 9 മാസം, അതായത് മൊത്തം 5 കൊല്ലവും 9 മാസവും. അതുപോലെ തന്നെ ഈ മൊത്തം 3,50,000 ഉറുപ്പിക വ്യത്യസ്ത വകുപ്പുകൾ പ്രകാരമാണ് ഫൈന്. അതുപോലെ തന്നെ ഈ വിക്ടിം കോമ്പൻസേഷൻ എന്നുള്ള രീതിയിൽ ഇയാളുടെ ഷാബാസ് ഷെരീഫിൻ്റെ ഭാര്യയ്ക്കും ജബിൻ താജ് അതുപോലെ തന്നെ അവർക്ക് കൊടുക്കാൻ ഈ കേസിൽ വിധി പറഞ്ഞു. അതാ ഇതിൽ നോക്കണം, അതിൻ്റെ കൃത്യമായിട്ട് അതിൻ്റെ ജഡ്ജ്മെൻറ്റ് കംപ്ലീറ്റ് കിട്ടാത്തതുകൊണ്ട് ലീഗൽ സർവീസ് അതോറിറ്റി ഈ വിധി അയച്ചു കൊടുക്കണമെന്നും ഈ കേസിൽ അവർക്ക് അർഹമായിട്ടുള്ള കോമ്പൻസേഷൻ അവിടുന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് എന്ന ഫൈൻഡിങ്ങും ഇതിനോട് കൂടെയുണ്ട്. ഇപ്പോൾ ഈ 3,50,000 എന്നതിനും അപ്പുറത്തേക്ക് ഈ കുടുംബത്തിന് നേരിട്ട നഷ്ടം ജില്ലാ സർവീസ് അതോറിറ്റി പരിശോധിച്ച് അതിന് നഷ്ടപരിഹാരം കൊടുക്കുന്നതിന് വേണ്ട നടപടികൾ എടുക്കണം എന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിന് അതിൻ്റെ വിധി പൂർണ്ണമായിട്ടും പഠിക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് വിധി പറഞ്ഞിട്ട് വിധിൻ്റെ കോപ്പി കിട്ടിയിട്ടില്ല. കോപ്പി കിട്ടിയതിന് ശേഷമേ പറയാം. പക്ഷെ പ്രാഥമികമായിട്ട് പറയാനുള്ളത് സ്റ്റേറ്റ് അപ്പീൽ കൊടുക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പഠിച്ചിട്ടുള്ള മറുപടിയല്ല, അത് മുഴുവൻ അതിൻ്റെ പരിശോധിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അപ്പീൽ കൊടുക്കാനുള്ള സാധ്യതകൾ പരിശോധിക്കേണ്ട ഒരു വിധിയാണ്. ഉണ്ട്. ആ ശിക്ഷ ഇവർ ജയിലിൽ കഴിഞ്ഞ കാലയളവ് ശിക്ഷയുടെ ഇതിൽ ഇളവ് ചെയ്ത് അത് പരിഗണിക്കണം എന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. അതെ, ഇപ്പോൾ ഇതിൽ എന്താ വെച്ചാൽ അത് ഒരു കോടതിയുടെ വിധിയുണ്ട്. 14 വർഷത്തിൽ കൂടുതൽ ഈ കോൺസിക്യൂട്ടീവായിട്ട് വരാൻ പറ്റില്ല. അങ്ങനെ വന്നാൽ അത് കൺകറൻ്റായിട്ട് ഏറ്റവും വലിയ ശിക്ഷയിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് മറ്റതിൽ ഏറ്റവും കൂടിയ ശിക്ഷ ഏതാണോ ആ ശിക്ഷ എല്ലാം ഒരുമിച്ച് അനുഭവിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ആ ശിക്ഷ അനുഭവിച്ചാൽ മതി. മറ്റൊക്കെ സാങ്കേതികമാണ്. മറിച്ച് ഇതിൽ വ്യത്യസ്തമായിട്ട് തന്നെ അനുഭവിക്കണം എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് ഒന്നാം പ്രതിക്ക് 13 വർഷവും 9 മാസവും എന്നുള്ള രീതിയിൽ വരുന്നത്. അതൊരു ഈ കേസിൻ്റെ
ഗുരുതര സ്വഭാവവും കേസിൻ്റെ മൊത്തം പരിശോധിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട കോടതി കണ്ടെത്തിയിട്ടുള്ളതും ആ രീതിയിലുള്ള ഒരു കടുത്ത ശിക്ഷ തന്നെയാണ്. ബഹുമാനപ്പെട്ട കോടതിയിൽ കേസ് നടത്തുമ്പോൾ അത് നമ്മുടെ പ്രതീക്ഷ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ കുറ്റവാളികൾക്ക് അതിനനുസരിച്ചുള്ള ശിക്ഷ കിട്ടണം, അതാണ് പ്രതീക്ഷ. ആ പ്രതീക്ഷ എന്ന് പറയുമ്പോൾ ഇത് സാധാരണ നിലയിൽ നല്ല കടുത്ത ശിക്ഷ തന്നെ ഈ കേസിൽ വന്നിട്ടുണ്ട്. പക്ഷെ ചില വകുപ്പുകൾ പ്രകാരം കുറ്റക്കാരനാണെന്ന് കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ചില ആളുകൾ കുറ്റം തെളിയിക്കപ്പെട്ടില്ല എന്നുള്ളതുകൊണ്ട് വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതിനും കൂടി പരിഗണിച്ചുകൊണ്ട് മൊത്തം ഇത് പരിശോധിച്ച അപ്പീലിൻ്റെ സാധ്യതകൾ പരിശോധിക്കാൻ എന്ന് മാത്രമേ ഉള്ളൂ. മറ്റേ ശരിക്കും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ജഡ്ജ്മെൻറ്റ് എന്നുള്ളതാണ് പറയാൻ വേണ്ടി. അതെ, ആസൂത്രണം നടത്തി 1 വർഷത്തോളം പൂർണ്ണമായി പീഡനത്തിന് ഇരയാക്കിയ ശേഷം പുറപ്പെടുത്തിയുള്ളതാണ്. അപ്പോൾ ഒരു മനഃപൂർവ്വമായ ദ്രവ്യത്തിൽ ഉൾപ്പെടെയുള്ള കൂടുതൽ വകുപ്പുകൾ വരേണ്ടതല്ല. അതുകൊണ്ടാണ് അതിൻ്റെ ഫൈൻഡിങ് എന്താണ് എന്നുള്ളത് ജഡ്ജ്മെൻറ്റ് പഠിക്കാതെ ഞാൻ ഒരു അഭിപ്രായം പറയുന്നത് ഒരു ശരിയായിരിക്കില്ല. അത് പരിശോധിച്ച് കഴിഞ്ഞതിന് ശേഷം അതിനെ സംബന്ധിച്ച് പറയാൻ വേണ്ടി. ഇപ്പോൾ പൊതുവേ നല്ല ഒരു വിധിയാണ്. ഈ ചെയ്ത കുറ്റത്തിൻ്റെ ഗൗരവം പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് അതിനനുസരിച്ചുള്ള ഒരു വിധിയാണ് എന്ന് പറയാൻ പറ്റും. അത് പരിശോധിക്കണം. അതാണ് വിധി പഠിച്ചതിന് ശേഷം അപ്പീലിൻ്റെ സാധ്യതകളും നമ്മൾ പരിഗണിക്കുന്നുണ്ട് എന്നുള്ളത്.